പാടാന്ന് പറയുന്നതിനേക്കാളും മുമ്പിൽ ഞാൻ വിചാരിച്ചതാണ് അയാളുടെ പാട്ട് എന്തായാലും കേൾക്കണമെന്ന്. എല്ലാരും വേണം അയാളാ നമ്മളിങ്ങനെ വിളിച്ച് അപ്പൊ വരുമ്പോ തന്നെ പാടിക്കൊണ്ടാ വരുന്നത് ഇങ്ങോട്ട്. അപ്പൊ എന്തായാലും പാട്ട് കേൾക്കാം അല്ലേ? ഒരാളോട് ഉണ്ട് കേട്ടോ പരിചയപ്പെടാൻ. പോയി അവനോടി പഠിക്കോ. പുലരുളി വന്നു ചേരുന്നിതാ നിഴലല ദൂരെ മായുന്നിതാ വായോ 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 ഒരു ചെറു മഞ്ഞു നീർത്തുള്ളിയായി മലരിനെയുമ്മ വെച്ചിടുവാൻ വായോ 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 വായോ. നല്ല സൗണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. ഇനി ഒരു ഗെയിം അല്ലേ, ഒരു കുട്ടി ഗെയിം കൊടുത്താലോ? കേട്ടെ ഗെയിം ഗെയിം കളിപ്പിക്കാൻ വേണ്ടി അവനെ വിളിക്കേട്ടാ. ഇങ്ങ വന്നേ, നിന്നിട്ട് നിങ്ങ വന്നേ. അവനെ കൊണ്ട് ഇവരെ ഗെയിം കളിപ്പിക്കാം അല്ലേ? റെഡിയല്ലേ? ഉണ്ടായതാണ് അവനും. അവൻ പറഞ്ഞു ഇല്ല ഇവരെ സംസാരിക്കട്ടെ, ഞാൻ ഇവിടെ നിൽക്കാന്ന് പറഞ്ഞ് പോയ ആളാണെന്ന് പരിചയപ്പെടാം. ഹലോ. ഹലോ. പേരെന്താ? അനസ്. അനസ്. എവിടുന്നാ വരുന്നത്? ഞാൻ തളിപ്പറമ്പ്. തളിപ്പറമ്പ്. അപ്പൊ ഗെയിം എന്താന്ന് വെച്ചാല് ഞാനൊരു അക്ഷരം തരും. സത്യം ഞാനൊരു അക്ഷരം തരും. അപ്പൊ ഇവൻ ഇനി എന്ത് ചോദിച്ചാലും ആ അക്ഷരത്തിന് മാത്രമേ ആൻസർ പറയാൻ പാടുള്ളൂ. റെഡി? ഒരു ലെറ്റർ തന്നിട്ട് ഇവൻ നിനക്ക് എന്ത്, അതായത് നീ ഇപ്പൊ താന്ന് കൊടുത്ത് നീ പെട്ടെന്ന് നിൽക്കുക പേരെന്താ, അപ്പൊ അവള് താന്ന് പറഞ്ഞിട്ടുള്ള പേര് മാത്രമേ പറയാൻ പാടുള്ളൂ. നിനക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ നേരത്തെ അങ്ങ് ചോദിച്ചോ. റെഡി? റെഡിയാണോ? ഞാൻ മൈക്ക് തരട്ടെ? മൈക്ക് തരണം. പിന്നെ ഞാൻ ഇങ്ങനെ പോകണ്ടടാ, അതിനേക്കാൾ തന്നെ ഇങ്ങനെ പോകുന്നതല്ലേ അല്ലേ? അപ്പൊ എല്ലായിടക്കും ചോദിക്കുക. അല്ല ഫസ്റ്റ് ഒരാൾ എടുക്കാം അല്ലെ? നിനക്ക് ആരെ വേണമല്ലോ? ആർക്ക് വേണം എടുക്കണോ? ഞാൻ പാടിയില്ല, ഇനി ഇവരാറ്റും ചെയ്യട്ടെ. സാറില്ല അവൾ തന്നെ എടുക്കാം അല്ലേ? എല്ലാരും ചെയ്യണം. അന്ന് എല്ലാവരും ഒരാളെ പറ. നല്ല ഈ ആൻസർ കിട്ടും നിനക്ക് ഉറപ്പുള്ള ഒരാളെ പറ. ഐഷ. അവൾ എന്നെ ഞെട്ടിപ്പോയി. എന്ന് പിടിച്ചു. ഐഷ ഒന്ന് ഇപ്പുറത്ത് നിൽക്കോ. ഏതാ ലെറ്റർ കൊടുക്കണ്ടേ? ചോദിച്ചു. പേരെന്താ? മാർത്ത. മലപ്പുറം. അച്ഛൻ്റെ പേരെന്താ? മനോജ്. അമ്മയുടെ പേരോ? മാധു. ഇപ്പൊ എവിടെയാ ഉള്ളത്? മുറ്റത്ത്. മാർത്താന്റെ ഓർമ്മയുടെ ആരാ? മാർത്ത മകൾ. എന്താ കഴിച്ചേ? മന്തി. ചോദിക്കടാ, നല്ലോണം ചോദിക്ക്. കിട്ടിയ ചാൻസാണേ. ചോദിക്കാനില്ല, ഇത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.
അപ്പൊ നമ്മളെ നേരത്തെ പറഞ്ഞ 5 ആൾക്കാരുണ്ടല്ലോ സാർ പറഞ്ഞ, അതിൽ 4 ഒരാള് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്, വരുന്നില്ല കേട്ടോ. സെയിനാണ്, സെയിൻ, പേര് സെയിൻ അല്ലേ? അപ്പൊ ഇവരെ പരിചയപ്പെടാം. എൻ്റെ പേര് ഷാനിദ്. ഫയാസ്, നസീഫ്, ഷിറാസ്. ഓക്കെ, അപ്പം ഇവര് ഇവിടെ വന്ന് അപ്പൊ അത് ആ കഥ ഇവരുടെ തന്നെ കേൾക്കാം അല്ലേ? നമ്മളിവിടെ ജസ്റ്റ് തൂക്കാലം കാണാനും പിന്നെ കുറെ കാലത്ത് ആഗ്രഹം നമ്മളെ പ്രമോദേട്ടൻ്റെ അടുത്ത് നിന്ന് രുചിയേറെ ഭക്ഷണം കേട്ടിന്, അപ്പൊ അത് കഴിക്കാനും കൂടി വന്നതാണ്. അപ്പൊ ഇങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ നേരത്തെ സാറ് പറഞ്ഞ പോലെ ഇങ്ങനെ അതൊന്ന് ഇങ്ങനെ പണിയെടുക്കുക അങ്ങനെയെല്ലാം പറഞ്ഞു. അപ്പൊ നമ്മള് അതിന്റെ ഇതിലായി നീങ്ങി. പണ്ടത്തെ നമ്മളെ കോളേജിലെല്ലാം പഠിച്ച ഓർമ്മകളെല്ലാം ഉണ്ടായി. അങ്ങനെ അവരുടെ കൂടെ 2 വർഷം സർസേദിലെ NSSന്റെ വിദ്യാർത്ഥികളാണ്. അവരുടെ കൂടെ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് ഒരു പഴയ ഓർമ്മകളെല്ലാം ഒന്ന് പുതുക്കി. പൊറോട്ട കഴിച്ചായിരുന്നു? പൊറോട്ട പ്രമോദേട്ടന്റെ ഒന്ന് മസ്റ്റ് ട്രൈ എന്ന് തന്നെ പറയാൻ പറ്റിയൊരു സാധനമാണ്. അത് കഴിച്ചങ്ങ് റെസ്റ്റ് ചെയ്യുമ്പോഴാണല്ലേ വിളി വന്നത്. എന്ന് തോന്നി? എന്ത് തോന്നാന്ന് വെച്ചാൽ ആദ്യം ചിരിയാ വന്നത്. പിന്നെ നമ്മള് പറഞ്ഞു സാറിനോട്, പിന്നെ നമ്മളങ്ങനെ അവരെ കൂടെ കൂടി. ഇയാള് ഹാർഡ് വർക്ക് അല്ലായിരുന്നു, സ്മാർട്ട് വർക്ക് ആയിരുന്നു ചെയ്തോണ്ടിരുന്നേ. ഞാൻ ചെയ്യുന്ന പണി കണ്ടായിരുന്നു, ഭയങ്കര സ്മാർട്ട് വർക്ക്. ഒന്നല്ലെങ്കിൽ എഞ്ചിനീയർ ആണല്ലോ അല്ലേ? താങ്കൾക്ക് എന്താ പറയാനുള്ളത്? ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം കോളേജിലുള്ള ഒരു ഇത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ കാലത്തിന് ശേഷമാണ് ഈ ഒരു വൈബ് കിട്ടുന്നത്. കുട്ടികളെപ്പോഴല്ലോ ഇതാക്കിയിട്ട് എൻജോയ് ചെയ്ത്. ഓക്കെ, അപ്പൊ ഇവർക്ക് നമുക്ക് ചെറിയൊരു ഗെയിം കൊടുത്താലോ? ഗെയിം ഒരു രസമല്ലേ അല്ലേ? ഗെയിം കളിക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനിപ്പോ ഒരു അക്ഷരം തരും, പിന്നെ ഞാൻ എന്ത് ചോദിച്ചാലും അത് അക്ഷരം സ്റ്റാർട്ട് ചെയ്യുന്ന സംഭവം മാത്രമേ എനിക്ക് പറഞ്ഞുതരാൻ പറ്റൂ. റെഡിയാണോ? ഇത് ഞാൻ ചോദിക്കണോ അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം ചോദിക്കണോ? ഞാൻ ചോദിക്കാം അല്ലേ? അപ്പൊ ആര് റെഡി? ഞാൻ ഒരു നീ റെഡിയാണോടാ? റെഡി. അപ്പൊ ഏത് അക്ഷരാണ് കൊടുക്കണ്ടേ? കാ കൊടുക്ക. പേരെന്താ? കാക്ക. എവിടെന്നാ വരുന്നേ? കക്കാട്. രാവിലെ എന്താ കഴിച്ചേ? കല്ലുമക്കായി. നീ അറിഞ്ഞു തന്നേലടാ ഇവനെ. ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട്? കാക്ക ഈ അവിടെ മാറിയിരുന്ന അപ്പൊ ഔട്ടായിരിക്കുന്നു. അടുത്ത ആളെ ചോദിക്കട്ടെ അല്ലേ? ഏതക്ഷരം? മാ കൊടുക്കട്ടെ. മാ. പേരെന്താ? മനോഹരനാണ്. എവിടുന്നാ വരുന്നേ? മലയോര മേഖലയെന്നാ. വീട്ടിലാരൊക്കെയുണ്ട്? മാമനുണ്ട്, പിന്നെ മണവാളനുണ്ട്. ആരാ മണവാളൻ? മാമിന്റെ ഭർത്താവാണ് മണവാളൻ. ലേറ്റസ്റ്റ് കല്യാണം കഴിച്ച ദമ്പതികളാണ്. ആണോ? അതെ. ജയിച്ചിരിക്കുന്ന ഗൈസ്. അപ്പൊ താങ്ക് യു സോ മച്ച്. എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ കോളേജിൽ പഠിച്ച 2 ആൾക്കാരുണ്ടായോ. ഒരാള് സെയിൻ, ഒരാള് ഇയാളാണ് കേട്ടോ. അപ്പൊ താങ്ക് യു, പരിചയപ്പെട്ടതിൽ സന്തോഷം. ബൈ. താങ്ക് യു. അപ്പൊ ഇവിടുത്തെ ഗേൾസിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അവരെ എക്സ്പീരിയൻസ് ചോദിച്ചു നോക്കാം. ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന് മുമ്പ് പരിചയപ്പെടുന്നുണ്ട് അല്ലേ? പേരെന്താ? മനസ്സെന്നാവട്ടെ. എൻ്റെ പേര് ഫിദ. ഞാൻ BSc കെമിസ്ട്രി സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ. എൻ്റെ പേര് ഐഷ ശർമ്മ, സുവോളജി സ്റ്റുഡൻ്റ് ആണ്. ഫാത്തിമ BSc. ലുലു BSc കെമിസ്ട്രി. മർഫിയ BSc കെമിസ്ട്രി. ചിരി വരുന്നുണ്ടോടാ? ആളെ തുടക്കത്തിൽ പറയാം എനിക്ക് ചിരി വരുന്നത്. 4 ആള് പോരെ ഫ്രെയിമിൽ എന്നൊക്കെ ചോദിച്ച ആളാട്ടോ അത്. ഓക്കെ, അപ്പം ക്യാമ്പ് സ്റ്റാർട്ട് ഇപ്പൊ എല്ലാവരും ചിരിയായിട്ടോ. പോട്ടെ, സാറിലെ വിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്ത് എത്ര ദിവസമായി? ഇന്ന് 3ാമത്തെ ദിവസം. ഓക്കെ, ഈ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഇത് കഴിഞ്ഞ വർഷം വരെ നമ്മൾ 2 യൂണിറ്റ് ഒപ്പര ഉണ്ടാവില്ലേ നമ്മുടെ കോളേജിൽ. ഇപ്രാവശ്യം തൊട്ടാണ് 2 യൂണിറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ വിചാരിച്ച വലിയ രസം ഉണ്ടാവില്ല എന്നല്ല. ഫസ്റ്റ് ഡേ കുഴപ്പമില്ലാണ്ട് പോയി, വലിയ ഇതൊന്നും അയക്കില്ലേനു. പിന്നെ ഇന്നലെ തൊട്ട് നല്ല അടിപൊളിയാണ്. അല്ലേ? അതന്നെ, വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാണ്ടായിരുന്നു വന്നത്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഫസ്റ്റ് ഡേ വലിയ രസമില്ല, പക്ഷെ പിന്നെ എല്ലാവരായിട്ടും നല്ല മിങ്കിളായി, നല്ല കമ്പനിയായി. ഇപ്പൊ നല്ല ഇതിൽ പോകുന്നുണ്ട് ക്യാമ്പ്. അതെയോ? ഇപ്പൊ 3 ദിവസം കഴിഞ്ഞു. ഇവിടെ വന്നപ്പോ ബാക്കിലൊരാള് അയ്യോ ഇങ്ങോട്ട് വരുമോ ആണോടാ? ഇങ്ങനെയുണ്ടോ? ഇതെല്ലാം തന്നെയാ പറയാനുള്ളൂ. ഇതെല്ലാം തന്നെ പറയാനുള്ളൂ. സംസാരം കേൾക്കാൻ നല്ല രസമുണ്ട്. എല്ലാവരും ഏത് സ്ഥലം എന്നാ പറഞ്ഞേ? എല്ലാവരും നാദാപുരം. ആ ഒരു സ്ലാങ് കേൾക്കാൻ നല്ല രസമുണ്ട്. 2 വാക്ക് പറയൂ. ഞാൻ പാടാം.
അടിപൊളി. ഞാൻ പാടാം. എന്നതാ പാടിക്കോ. അല്ല ഇവള് കഴിഞ്ഞോട്ടെ എനിക്ക് ലാസ്റ്റ് അവള് കൈനോട്ട് എന്നിട്ട് ഓല് പറഞ്ഞേ നമുക്ക് പറയാം. ഒന്നുകൂടി പറഞ്ഞേടാ. ഓല് പറഞ്ഞേ നല്ല രസം. എനിക്ക് ഭയങ്കര ഇഷ്ടം ആ ഒരു സ്ലാങ് കേൾക്കാൻ വേണ്ടിട്ട്. നിങ്ങൾക്കും അതന്നെയാണ് ഇവിടെ പറയാനുള്ളത്. അതന്നെ. ഇനി പാട്ടിലേക്ക്. ഞാൻ പാടൂല. അങ്ങനെയൊക്കെ ഞാൻ പാടൂല്ലേ? നമ്മളെ സംസാരം കേൾപ്പിച്ചു കൊടുക്കും. അപ്പൊ ടീമിലേക്ക് രണ്ടാളോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് പരിചയപ്പെടാം കേട്ടോ. ഇയാളെ കണ്ടോ? പേരെന്താ? അജ്മലാണ് നമുക്ക് ഫുഡ് എടുത്തു തരാനും ആ കട്ടൻ ചായ അല്ലടാ, കട്ടൻ ചായ ഇത് കുടിച്ചു നോക്ക്, വെള്ളത്തിനേക്കാൾ അടിപൊളിയാണ് പറഞ്ഞിട്ട് നമുക്ക് കൊണ്ടുതന്നൊക്കെ ആളാണല്ലേ. ആൾ അടിപൊളിയാണ്. അപ്പം എന്താ ഏത് കോഴ്സ് എടുത്ത കുറച്ച് ഡീറ്റെയിൽ പറയൂ. BSc ഫോറസ്റ്റ് ആണ് എടുത്തത്. സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്. ഓക്കെ. അതടുത്ത് കൊറിയൻ കേട്ടോ. എൻ്റെ പേര് റഷാദ്. BA എക്കണോമിക്സ് ആണ് എടുത്തത്. പിന്നെ അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. കലാസ്. അപ്പം ഗെയിം എന്താണ് ഫ്രണ്ട്സ് പറഞ്ഞോ? പറഞ്ഞന്ന് സംഭവം ഞാനൊരു ലെറ്റർ തരും. അപ്പോൾ ഞാൻ പിന്നെ എന്ത് ചോദിച്ചാലും ആ ലെറ്റർ തുടങ്ങുന്ന മാത്രം ആൻസർ എനിക്ക് പറയാൻ പറ്റും എന്നോട്. റെഡി? അപ്പം ആരാ കളിക്കാൻ വരുന്നേ? അല്ലോ ഇങ്ങ വാ ബാബാ. എന്ത് പേരാ? നീ വാ. നീ വരണം. വാ ചോദിക്കാന്. അതന്നെ ചോദിക്കാന് ഓൻ വേണം. അപ്പോ നീ അങ്ങോട്ട് ചോദിക്കണോ അല്ലെങ്കിൽ അവൻ നിന്നോട് ഇങ്ങോട്ട് ചോദിക്കും? അപ്പൊ നല്ല തിരിച്ചെന്നല്ലേ? ആരെടുക്കാൻ നല്ല മറുപടി കിട്ടുക? ഓക്കെ. അപ്പൊ നീ ചോദിച്ചാൽ മതി. നിങ്ങളോട് ചോദ്യം ചോദിക്കൂലേ? അപ്പൊ അത് മതി. നല്ല കീറി ചോദ്യം ചോദിക്കണേ. അപ്പൊ അക്ഷരം ഫസ്റ്റ് കൊടുത്തോ? ചായലും കൊടുക്കടാ. നിങ്ങളിഷ്ടം മാ കൊടുത്തില്ലേ? ചായയും പായലും കൊടുക്ക്. ചാ കൊടുത്തോ? പേരെന്ന് എടാ മൈക്ക് പാസ് ചെയ്യണം. അവളത് ഇങ്ങനെ നോക്കണം. റെക്കോർഡാവും. മൈക്കിൽ കേൾക്കുന്നൊന്നുമില്ലല്ലോ. നിങ്ങൾ എന്ത് മൈക്ക് എടുത്തിട്ട് വന്നേ അല്ലേ? അത് അങ്ങോട്ട് നോക്കി. എന്തൊരു നാടാണ്. ചോദിക്കടാ. പേരെന്ന്? ചന്ദിനി. ചങ്ങനാശ്ശേരി. എന്ന് കഴിച്ചേ? ചക്ക. പോർക്കാറില്ലേ? ചേട്ടൻ, ചേട്ടത്തി, ചേട്ടത്തിയമ്മ. ചെക്കൻ്റെ പേരെന്ന്? പോയാ അങ്ങോട്ട്. ചെക്കു. ചെക്കനെന്ത് ചെയ്യുന്നു? ചെക്കൻ ജോലി പോയി. ചെക്കൻ ജോലി ചെയ്യുന്നു. കഴിക്കില്ല. ചെക്കൻ സ്ഥലം എവിടെ? ചങ്ങനാശ്ശേരി. ചെക്കനെങ്ങനെ കണ്ട? ചെക്കന് ആളെ പിടിക്കണ്ടത്. ചെക്കൻ എങ്ങനെ കണ്ടേ? ചാറ്റിംഗ്. വേറെ ചോദ്യം അത് മതിയടാ. എന്തൊക്കെ ചോദിച്ചവൻ അവനൊരു കിട്ടിയപ്പോ അങ്ങ് കേറുകയാണ്. അപ്പൊ ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത രണ്ട് ടീംസ് വാടാ. നിനക്ക് ആരോട് ചോദിക്കണ്ടേ? അല്ല ഇവനോട് ആരിക്കാ ചോദിക്കേണ്ടത്? നീ വാ. ബാബാ ഞാൻ പറയാ. ഓൻ ചോദിച്ചോട്ടെ. അനക്ക് ചോദിക്കാറില്ല. ഇതെന്തടാ? നീ വന്നതല്ലേ? നീ വാ. എന്നാ അക്ഷരം കൊടുത്ത് തുടങ്ങിക്കോ. നല്ല ഉഷാറാക്കണേ. കുറച്ച് സപ്പോർട്ട് ചെയ്യടോ. ആൻസർ പറഞ്ഞു കൊടുക്കരുതേ. എന്താ മോനെ അപ്പഴത്തേക്ക് സപ്പോർട്ട് ഉണ്ടല്ലേ? പേരെന്നാ? വീട് എവിടെയാ? പാപ്പൻശ്ശേരി. ഉപ്പാന്റെ പേര്? പത്രോസിന്റെ മകൻ പപ്പൻ. ഇഷ്ടപ്പെട്ട ഫുഡ്? പപ്പടം. ഇന്ന് കഴിച്ചെന്നാ ഉച്ചക്ക്? പാല്. ഉച്ചക്ക് പാലടിച്ചൂടെ? കുടിച്ചോ. വീടെന്തിനാ വന്നു ചോദിക്കും. ഇവിടെ എന്തിനാ വന്നേ? പുല്ലുപറിക്കാൻ. ഓ കറക്റ്റ്. പുല്ല് പറിച്ചെന്നാ കിട്ടിയെന്ന് ചോദിക്കും. പുല്ല് പറിച്ചിട്ടെന്നാ കിട്ടിയേ? പാലി. പുല്ല് പറിച്ചിട്ട് എങ്ങനെയാ? ഓ അങ്ങനാ. പുല്ല് പറിച്ചപ്പോ ഒരു പാല് കിട്ടിയെന്ന്.
അത് അടിപൊളി ഏതായാലും. മതിയല്ലേ? മതിയാ? ഇത്ര മതി എനിക്ക് ചോദിച്ചത്? എൻ്റെ ഉമ്മാൻ്റെ പേരെന്നാ? പത്മിനി. പത്മിനി, പത്രോസ്, വീട്ടിലാരൊക്കെ വീട്ടിലാരൊക്കെ ഉണ്ട്? പിതാവ്, പിതാവിന്റെ ഒരു പുത്രൻ, പിന്നെ പിതാവിന്റെ അമ്മ. ഓക്കെ, എന്തായാലും കട്ടൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ. എല്ലാരും ഉഷാറാണ്, ഭയങ്കരമായിട്ട് കോർഡിനേറ്റ് ചെയ്തു അല്ലേ? അപ്പം ഇവളെ വിട്ട ശരിയാവില്ലടാ. നീ പാടിയ പോരിങ്ങ വന്ന് എനിക്ക് ഇഷ്ടമായി ഇവളെ സംസാരം കേട്ടോ. നീ 2 വാക്ക് പറയാതെ പോകുന്നില്ല. അത് പറയാൻ കഴിയില്ലേട്ടാ ഞാൻ പാടിയേ. അത് പറയാൻ കഴിയില്ലേട്ടോ ഞാൻ എനിക്ക് ഇഷ്ടമായിട്ടോ. ഒന്നും നല്ല രസമാണ്. നീ എന്തെങ്കിലും ഒരു സംഭവം പറഞ്ഞേ. അല്ല, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഇവള് ക്വസ്റ്റ്യൻ ചോദിക്കും. ബാ മോളെ, എവിടെയാ ഒളിച്ചു നിൽക്കുന്ന? അപ്പൊ ഗെയിമിന് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. നമ്മളെ ആളെ ഒന്ന് എന്താ പറയണ്ട, കുറച്ച് സമയം കൂടി നിർത്തണം എന്നൊരു ആഗ്രഹം. ഗെയിം എന്താന്ന് വെച്ചാല് സിമ്പിൾ, ഒരു റിലേറ്റ് ചെയ്ത ഗെയിമാണ്. താൻ എന്താ വേണ്ടതെന്ന് വെച്ചാല് ഓരോരാൾക്കും ഓരോ അക്ഷരം കൊടുക്കുക. പെട്ടെന്ന് ഇപ്പൊ ചോദിക്കുക. ഞാൻ കൊടുത്താൽ ഒരു സെന്റൻസ് ആളുണ്ടാക്കണം. ഞാൻ ഇന്ന് വയലിൽ പോയി. ഞാൻ വെച്ചൊരു സെന്റൻസ് ഉണ്ടാക്കി. പെട്ടെന്ന് അപ്പം ഒരാൾ ഔട്ടാവും. ഓക്കെ, മനസ്സിലായ? ലാഗ് ആക്കി അപ്പം ഔട്ട് പൊക്കോന്ന് പറഞ്ഞോ, താങ്ങ് പൊക്കോന്ന് പറയാം. ഓക്കെ, റെഡി? എടാ ഡിഫറെന്റ് ആയിട്ട് കൊടുത്തോട്ടാ. ഇങ്ങനെ ഇത് ഇഷ്ടമുള്ള ചെയ്തോ, നിന്റെ സ്റ്റേജ്. മാങ്ങ വാങ്ങാൻ കടയിൽ പോയി. കാക്കക്കൂട്ടിനെ കല്ലെറിഞ്ഞു. ലില്ലി പറിച്ചു. ലില്ലി പറിച്ചു ഞാൻ. അത് സെന്റൻസ്. എങ്ങനെ ആക്കണം? പാല് വാങ്ങാൻ രാവിലെ പോയി. ചക്ക തിന്നാൻ ചേച്ചിയുടെ വീട്ടിൽ പോയി. വെള്ളം കുടിക്കാൻ ഞാൻ താഴെ വന്നു. തത്തയെ കല്ലെറിഞ്ഞു. എല്ലാരും പറഞ്ഞല്ലോ. ഇനി എന്താ ചെയ്യാ? ഇനി അങ്ങോട്ട് കയറട്ടെ. ഏത് ചായ? ഏത് ചായ? ശബരീന ശബരിമലയിൽ പോയി. ഇത്ര കഴിഞ്ഞോ? പെട്ടെന്ന് ചോദിക്കുന്നില്ല ഇനി? കൊറേ ഉണ്ടല്ലേ ചോദിക്കുന്നേ. ഇങ്ങനത്തെല്ലാം ചോദിക്കേ. കാഴാറായാലും ചോദിക്കേ. റബ്ബർ തോട്ടത്തിൽ റബ്ബർ പറിക്കാൻ പോയി. യാമിനിയെ കൊല്ലാൻ പോയിന്ന്. എനിക്കില്ല, അതന്നെ എന്റെ വായി വരുന്നത്. പറഞ്ഞ അമ്മ മഞ്ജുവിനെ കാണാൻ രാവിലെ പോയി. ഗംഗാ നദിയിൽ കുളിക്കാൻ പോയി. നീ ഗംഗയിൽ കുളിച്ചിട്ട് വരുന്നേ? ജമാലിനെ കാണാൻ ജമാലിന്റെ വീട്ടിൽ പോയി. ജമാലിനെ കാണാൻ സാരി വാങ്ങാൻ രാവിലെ തന്നെ കടയിൽ പോയിട്ടോ. പോയി. അപ്പൊ താങ്ക് യു. അപ്പൊ നിങ്ങൾ എല്ലാരും കൂടി ഒരു പാട്ട് പാടുന്നോ? ഒരു രസല്ലേ ഓർത്തൊക്കെ എല്ലാരും കൂടി? ഓക്കെ, ഫേമസ് ആണോ? അതെയാ, നമ്മൾ നോക്കണം കേട്ടോ. അപ്പോ എല്ലാരും കൂടണം. ഓക്കെ, ഓർത്ത് വെക്കാൻ ഇതൊക്കെ ഉണ്ടാവും കുറച്ച് കഴിഞ്ഞാലല്ലേ. എല്ലാരും അവനെ സപ്പോർട്ട് ചെയ്യാ. ഓർത്ത് വെക്കാൻ ഇതൊക്കെ ഉണ്ടാവും. പിന്നെ എടുത്ത് നോക്കുമ്പോ ഒരു ഭയങ്കര രസം, ഇമോഷൻസ് എല്ലാം വരുന്ന സാധനമാണ്. അപ്പൊ റെഡി? എടാ പിടിക്കടാ, ആയുധം പിടിക്കടാ. അപ്പൊ റെഡി? എടാ വീഡിയോ എടുത്തരണോ? ജീവനിൽ കിനാവു തന്നെ പ്രകാശമില്ലിനി മിഴിനീരു പെയ്ത മാരിൽ കെടാതെ കാത്ത പുഞ്ചിരി നീ എന്നൊരാ പ്രതീക്ഷയിൽ എരിഞ്ഞ പുഞ്ചിരി എന്റെ നെഞ്ചാകെ നീയല്ലേ എന്റെ ഉന്മാദം നീയല്ലേ നിന്നെ അറിയാനുള്ളൂ
ഇന്നും എന്നും ഒരു പുഴയായി ആരാധികേ മഞ്ഞുതീരും വഴിയരികേ നാളേറെയായി കാത്തു നിന്നു മിഴി നിറയേ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുന്നു. വീണ്ടും മറ്റൊരു സ്കൂളിൽ കാണുന്നവരേക്കും. ദിസ് ഇസ് മീ ശ്രീവിഷ, ZeelT presents Zamaka Season 2 signing off. Bye. 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 Bye.